വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഉണ്ടാകാൻ പോകുന്ന വൻ ജോലി സാധ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ടം ഏകദേശം തീരാറായി. രണ്ടാം ഘട്ടം 2026 സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാം ഘട്ടവും കൂടെ അവസാനിക്കുമ്പോൾ ഓരോ വർഷവും ആയിരക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. അന്താരാഷ്ട്ര തുറമുഖങ്ങളിലെല്ലാം തന്നെ പ്രധാനമായിട്ടും നടക്കുന്ന ബിസിനസ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് എന്ന് അവരുടെ ഭാഷയിൽ പറയും. മാനേജ്മെൻറ്റ് ഭാഷയിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയും. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിന് വൻ സാധ്യതയാണ്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നതും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് അഥവാ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ ജോലി സാധ്യതയെക്കുറിച്ചാണ്. ഇത് പ്രധാനമായിട്ടും പ്ലസ് ടുക്കാർക്ക് പോലും ഇതിൽ ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ളത്. പ്രൊഫഷണലാകാൻ +2 വിദ്യാഭ്യാസം കൊണ്ട് പ്ലസ് ടുക്കാർക്ക് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഒരു സർട്ടിഫിക്കേഷൻ മാത്രം മതി. പക്ഷേ ഇൻറ്റേൺഷിപ്പ് ഉള്ള സ്ഥലത്ത് മാത്രമേ പഠിക്കാവൂ. അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ഇനിയുള്ളത് ഏത് ബിരുദക്കാർക്കും ചെയ്യാവുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ ആണ്. ഇതിനും അപൂർവം കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷെ പ്രൊഫഷണലിസം ഉള്ള സ്ഥലത്ത് മാത്രമേ, അതായത് നിർബന്ധമായിട്ടും ഇൻറ്റേൺഷിപ്പ് കൂടി ഉള്ള സ്ഥലത്ത് മാത്രമേ പോകാവൂ. ഈ കോഴ്സ് 1 വർഷത്തെ കോഴ്സാണ്, ഇൻക്ലൂഡിങ് ഇൻറ്റേൺഷിപ്പും ഇതിൻ്റെ സിലബസിലെ സബ്ജക്ട്സുകൾ നോക്കണം. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ നോക്കണം. ഏതൊക്കെ സിലബസാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഫഷണലിസം ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് ലോകത്തെ ഏത് തുറമുഖത്തും നിങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി കിട്ടും. അപ്പോൾ +2 റിസൾട്ട് വരുമ്പോൾ ഏത് കോഴ്സിന് പോകണമെന്നുള്ള ആശങ്കയിൽ ഒരുപാട് പേരുണ്ട്. അപ്പം മെഡിസിനും എഞ്ചിനീയറിങ്ങിനും പുറമേ മാനേജ്മെൻ്റ് ഒരു വലിയ മേഖലയാണ്. നമുക്ക് വേണമെങ്കിൽ BBA ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഒരു സബ്ജക്റ്റായിട്ടുള്ള BBA പഠിച്ചു കഴിഞ്ഞാലും ജോലി ചെയ്യാം. അപ്പം BBAക്കാർക്ക് 4 വർഷത്തെ ഓണേഴ്സാണ്. ഇപ്പോൾ BBA പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം തന്നെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അഥവാ റീറ്റെയിൽ മാനേജ്മെൻറ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിരുദം കൊണ്ട് തന്നെ ഈ സീ പോർട്ടുകളിൽ ജോലി വാങ്ങാം. തീർച്ചയായിട്ടും അതിനും ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല പാക്കേജിൽ ശമ്പളം കിട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോലുള്ള തുറമുഖങ്ങളിൽ 100% ജോലി കിട്ടുന്ന 2 മാനേജ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഇത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ 2 മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്. ഒന്ന് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്, MBA ഇൻ പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്. നമ്മുടെ കൊച്ചിയിലും നവി മുംബൈ ക്യാമ്പസിലും ഈ കോഴ്സ് ഉണ്ട്, ചെന്നൈ ക്യാമ്പസിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സ് MBA ഇൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അത് ചെന്നൈ ക്യാമ്പസിലും കൽക്കട്ട ക്യാമ്പസിലും മുംബൈ ക്യാമ്പസിലും വിശാഖപട്ടണം ക്യാമ്പസിലും ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇതിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി ഉറപ്പായിട്ടും ഇതിൽ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫ്യൂച്ചർ സേഫായി എന്നുള്ളതാണ്. 100% പ്ലേസ്മെൻറ്റ് മിക്ക ക്യാമ്പസിലും ഉണ്ട്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഫീസിൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. വളരെ ഡിസിപ്ലിൻഡായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണലാകാം. പ്രധാനപ്പെട്ട സീ പോർട്ടുകളിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗം ടെക്നീഷ്യൻസാണ്. നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു 2ാം ഘട്ടം കൂടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ റിപ്പയറിങ്ങുകാർക്ക്, ഇതിൽ ടെക്നീഷ്യൻസിന് ഒരുപാട് ജോലിയാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മറൈൻ ഫിറ്റർ കോഴ്സ്, പലരും കേട്ട് കാണും. മറൈൻ ഫിറ്റർ കോഴ്സ് SSLC +2 ഒക്കെ മതി മറൈൻ ഫിറ്റർ കോഴ്സിന്. അതുപോലെ തന്നെ മറൈൻ വെൽഡർ കോഴ്സ്, മറൈൻ പൈപ്പ് ഫിറ്റർ കോഴ്സ്, ഇതുള്ള ഹ്രസ്വകാല കോഴ്സാണ്. ഈ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉറപ്പായിട്ട് നല്ല ശമ്പളത്തിൽ മിക്കവാറുള്ള എല്ലാ സീ പോർട്ടിലും, കൊച്ചിയിലേതാവട്ടെ അതുപോലെ തന്നെ വിഴിഞ്ഞത്താവട്ടെ, ലോകത്ത് എവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ പഠിക്കുമ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കേഷൻ തന്നെ വേണം. ഇവിടെ കൊച്ചിയിൽ സിഫ്നെറ്റ് നടന്നുകൊണ്ട്, സിഫ്നെറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ്. തീർച്ചയായിട്ടും മറൈൻ ഫിറ്റർ കോഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി ഉറപ്പായിട്ട് ജോലി തരും.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഒരു BSc കോഴ്സാണ്. അത് ഇവിടെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ പൂർത്തിയാകുമ്പോൾ ഷിപ്പിന് കൂടുതൽ റിപ്പയറിങ് ആവശ്യം വരും. അവിടെ BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ എന്നുള്ളൊരു കോഴ്സുണ്ട്. പലർക്കും അത്ര പരിചയം കാണത്തില്ല ഈ കോഴ്സ്. BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ഇത് പ്രധാനമായിട്ടും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിലാണ് നടത്തുന്നത്. ഇത് ഒരു നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് നടത്തുന്നത്. 3 വർഷത്തെ BSc കോഴ്സാണ് ഈ കോഴ്സ്. ഇത് ഇതിലെ റിപ്പയറിങ്ങിന് വൻ ഡിമാൻഡാണ്. ലോകത്തെല്ലാ സ്ഥലത്തും ഈ BScക്കാർക്ക് ഒരു എക്സ്പീരിയൻസും കൂടെ ഒരു ഇൻറ്റേൺഷിപ്പും എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ വിഴിഞ്ഞത്ത് മാത്രമല്ല ലോകത്തെവിടെയും ഹൈ ഡിമാൻഡാണ്. അതുപോലെ തന്നെ മറ്റൊരു BSc കോഴ്സാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്നത്, BSc നോട്ടിക്കൽ സയൻസ്. നോട്ടിക്കൽ സയൻസുകാരെ ആരും തന്നെ വെറുതെ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും നോട്ടിക്കൽ സയൻസിനും ഈ നേരത്തെ പറഞ്ഞ കോഴ്സിനും പോകാം. 60% മാർക്ക് വേണം, ഇംഗ്ലീഷിന് 50% മാർക്ക് വേണമെന്നാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്നത്. ഉറപ്പായിട്ടും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്രയും കോഴ്സുകൾക്ക് പുറമേ വേറെ ചില എൻജിനീയറിംഗ് ശാഖ പാസ്സാകുന്ന ബ്രാഞ്ച് പാസ്സാകുന്നവർക്കും പ്രധാനമായിട്ട് ഒരുപാട് ജോലി കൊടുക്കുന്നുണ്ട്. ഇത് തുറമുഖത്തിന് പുറത്തായിരിക്കും. കാരണം തുറമുഖം സജീവമാകുമ്പോൾ ഒരുപാട് വ്യവസായങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച പോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ ഇവിടെ നോട്ടമിടുന്നുണ്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിൽ. അപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, IT-കാർക്ക് ഒക്കെ തന്നെ വൻ ജോലി സാധ്യതയുണ്ട്. ഒരു നിശ്ചിത അളവോളം മെക്കാനിക്കൽ എഞ്ചിനീയർകാർക്കും ഇവിടെ ജോലി സാധ്യത ഉറപ്പായിട്ടുണ്ടാവും. അത്രമാത്രം പിന്നീട് ഇതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ ഗുജറാത്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹൈദരാബാദ് കഴിഞ്ഞാൽ, തെലങ്കാനയിലെ ഹൈദരാബാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വ്യവസായം വരാൻ പോകുന്നത് തിരുവനന്തപുരത്താണെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എഞ്ചിനീയറിംഗ് ബിരുദക്കാർക്കും ഉറപ്പായിട്ട് ജോലി കരസ്ഥമാക്കാൻ കഴിയും. ഇനി നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരുപാട് പെരിഫറൽ ഇൻഡസ്ട്രീസ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ തോന്നയ്ക്കൽ, തിരുവനന്തപുരത്തിനടുത്താണ് തോന്നയ്ക്കൽ സയൻസ് പാർക്കിൽ വൈറോളജി ലാബ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ള സയൻസ് പാർക്കിൽ സൺഫാർമ പോലുള്ള കമ്പനികൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ധാരാളം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ B.Pharmകാർക്കും M.Pharmൻ്റെ വിവിധ സ്പെഷ്യാലിറ്റി ഉള്ളവർക്കും വൻ ജോലി സാധ്യത ഉറപ്പാക്കുകയാണ് തിരുവനന്തപുരം. ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു എക്സ്പോർട്ട് ഹബ്ബായിട്ട് മാറും. തീർച്ചയായിട്ടും ഹാർബറുകൾ അങ്ങനെയാണ്. ഹാർബറിൻ്റെ പെരിഫറൽ ഏരിയകളെല്ലാം ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആകും. അപ്പോഴത്തന്നെ ഒരുപാട് വ്യവസായങ്ങൾ വരും. അതിൽ ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടത്തിയതും ഇമ്പോർട്ട് നടത്തിയതും ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണ്. ലോജിസ്റ്റിക്സും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന് വൻ സാധ്യതയാണ്. ഇനി മറ്റൊരു ബിസിനസ് ഇതിൽ വരാൻ പോകുന്നത് പ്രോസസ്സിംഗ് ഫുഡ് ഇൻഡസ്ട്രീസാണ്. നമുക്ക് കാട്ടാക്കട ഭാഗത്ത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് പാർക്ക് തന്നെ നോക്കി വെച്ചിട്ടുണ്ട് അധികൃതർ. തീർച്ചയായിട്ടും അവിടെയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രോസസ്സിംഗ് ഫുഡ്, ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രോസസ്സിംഗ് ഫുഡ്, മത്സ്യം ആവട്ടെ, മീറ്റ് ആവട്ടെ, മറ്റ് പ്രോസസ്സിംഗ് ഫ്രൂട്ട്സ് ആവട്ടെ, മറ്റ് വെജിറ്റബിൾസ് ആവട്ടെ, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ ആർക്കാണ് ജോലി? തീർച്ചയായിട്ടും BSc ഫുഡ് ടെക്നോളജി, MSc ഫുഡ് ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയൊക്കെ കഴിഞ്ഞവർക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. പാക്കേജിംഗ് ടെക്നോളജി കഴിഞ്ഞ ടെക്നീഷ്യൻസിനും പാക്കേജിംഗ് ടെക്നോളജി BSc ഫുഡ് ടെക്നോളജിയിൽ തന്നെ ഒരു പേപ്പറാണ്. എങ്കിൽ പോലും പാക്കേജിംഗ് ടെക്നോളജി മാത്രം പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലുണ്ട്. അത് പഠിച്ചവർക്ക് ഉറപ്പായിട്ടും ഇത്തരം ഫുഡ് പ്രോസസ്സിംഗ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. അതും വിഴിഞ്ഞത്തിൻ്റെ ഒരു പെരിഫറൽ ഏരിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തൊഴിൽ സാധ്യതകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടൽസ് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റി തിരുവനന്തപുരമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തന്നെയാണ്. കാരണം ധാരാളം ഇതിന് പുറമെ ഈ കണ്ടെയ്നർ ഷിപ്പുകൾ ഒരു വർഷം കൊണ്ട് തന്നെ 636 ഷിപ്പ് വന്നാൽ ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടിയൊക്കെ ആയിരിക്കും.
ഇതിൻ്റെ കൂടൊപ്പം തന്നെ പിന്നെ ഒഫീഷ്യൽസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഉല്ലാസ കപ്പൽ ഇപ്പം പിന്നെ 3000-3500 പേര് ആയിട്ട് ലോക സഞ്ചാരത്തിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കപ്പലുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു ദിവസം 2 ദിവസമൊക്കെ തിരുവനന്തപുരം കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വികസനം ഭയങ്കരമാണ്. അപ്പം ഹോട്ടൽസ് വരുമ്പം ആർക്കാണ് ജോലി? അവിടെ തീർച്ചയായിട്ടും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വൻ സാധ്യതയാണ്. ഒരുപാട് സ്റ്റാർ ഹോട്ടൽ ഇപ്പോഴെ തന്നെ ഹയാത്ത് പോലുള്ള ഹോട്ടൽസ് വരുന്നുണ്ട്, ഇനി റാഡിസൺ ഗ്രൂപ്പ് വരും, അതുപോലെ തന്നെ ധാരാളം ഗ്രൂപ്പ് ഹോട്ടൽസ് ഇവിടെ വരുന്നുണ്ട്. ഇവർ ഇൻ്റർനാഷണൽ ഹോട്ടൽ ഗ്രൂപ്പുകളിൽ BHM വെറും ഒരു 4 വർഷത്തെ BHM പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും. തീർച്ചയായിട്ടും ഒരുപാട് മാർക്കില്ലാത്തവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് BHM. യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ വൻ ഹോട്ടലിൽ വൻ സാധ്യതകളാണ്. ഇങ്ങനെ ലോജിസ്റ്റിക് മുതൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വരെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് വരാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്നവർ, ചെറുപ്പക്കാർ, ഡിഗ്രിക്ക് പോകാൻ ഒരുങ്ങുന്നവരെല്ലാം തയ്യാറെടുത്തോളൂ. വൻ അവസരങ്ങൾക്ക് നിങ്ങൾ തയ്യാറെടുത്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയർ നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ വിദേശത്തും നേടാൻ കഴിയും. ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ ഇൻ്റർനാഷണൽ സീപോർട്സ്. താങ്ക് യു.